വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സംസാര വിഷയം സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിന് ഒരു 10 ടിപ്സാണ്. കൊച്ചിലെ തന്നെ ഒരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴേ തന്നെ അവർ നല്ലപോലെ അതിൻ്റെ സംരക്ഷണം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അതാണ് ആദ്യത്തെ ആവശ്യം. ഫസ്റ്റ് ടിപ്പ് അതാണ്. കൊച്ചിലെ തന്നെ തുടങ്ങിയാലേ അത് നമുക്ക് കുറച്ച് വലുതാവുമ്പോഴും ഇതുപോലെ സൗന്ദര്യം ഇങ്ങനെ നല്ലതുപോലെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ തലമുടി താരൻ വൃത്തിയാവാനും തലമുടി വൃത്തിയാകാനും എണ്ണയും സോപ്പ് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ തലമുടി നല്ല വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ആൺപിള്ളേർക്കാണെങ്കിൽ അത് ഹോർമോൺ വന്ന് അടിയുന്നുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉപയോഗിക്കണം. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ, തലമുടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പോൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ അതാണ് ആദ്യത്തേത്. അപ്പോൾ മുടി നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് കൊച്ചിലെ പറഞ്ഞു കൊടുക്കും. മുടിയുടെ ഭംഗി ഒരു നല്ല ഭംഗിയാണ്. അപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതുപോലെ മുടി വെട്ടാൻ പോകുമ്പോഴും അടുത്ത് സോപ്പ് ഈ ചീപ്പെല്ലാം കഴുകിയിട്ട് വെട്ടാൻ പറയണം. വീട്ടിലാണെങ്കിലും ചീപ്പ് ഉപയോഗിക്കുമ്പോഴും ഡെയിലി കഴുകാൻ പറയണം. അങ്ങനെ മുടി താരൻ വരാതിരിക്കാനുള്ള, അതുപോലെ തന്നെ മുടി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് മുടി നല്ല കെയറായിട്ട് സംരക്ഷിക്കാൻ പഠിപ്പിക്കണം ആദ്യമേ, ഫസ്റ്റ്. അതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തിൽ സ്കിന്നിൻ്റെ സംരക്ഷണം. സ്കിന്ന് ഡ്രൈ ആവാതെയും സ്കിന്നെന്നാൽ ഓയിലി ആവാതെയും എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും. സോപ്പൊന്നും ഇടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മുഖത്ത് ടാൻ അടിക്കാതെ വെയിലടിച്ച് ടാൻ ആവാതെ നോക്കാൻ പറയണം. കാരണം ടാൻ ആയി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വെയിൽ കൊള്ളാതെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ ഉത്പാദിപ്പിക്കാനായിട്ട് നോർമൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇത് വെയിൽ മതി. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് ഡയറക്റ്റായിട്ട് അടിച്ച് മുഖത്തും കയ്യിലും അടിച്ച് വെയിൽ കൊണ്ട് ടാൻ ആവാതെ വരും. ടാൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്കിന്ന് ചീത്തയാവുകയും ചെയ്യും, പിന്നെ അതിന് ഭംഗി പോവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ്. അപ്പം സ്കിന്ന് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോപ്പിടാതെ സ്കിൻ ഡ്രൈ ആവാതെ ഓയിലി ആവാതെ നല്ല ശ്രദ്ധിച്ചോളാൻ പറയണം. അപ്പം മുഖത്തിൻ്റെ സംരക്ഷണമാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് മുഖത്തെല്ലാം കൈകാലം എല്ലാത്തിലെയും ഇതുപോലെ നമ്മൾ സ്കിന്നിൻ്റെ സംരക്ഷണം അവരെ ആ കൊച്ചിലെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫംഗസ് വന്ന് തുടയിടുക്കിലൊക്കെ ചൊറിച്ചിൽ വന്ന് ബ്ലാക്ക് കളറാകാതെയും അതെല്ലാം അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോളാൻ പറയണം. വിരലിൻ്റെ ഇടകളിലുള്ള വൃത്തിയാക്കാനും അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ നോക്കാനും, അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് ഓട്ടിക്കുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ വെയിലടിച്ച് കൈ ഡാമേജ് വരാതിരിക്കാനും. ഇപ്പോൾ ഭയങ്കര വെയിൽ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ അതങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സ്കിന്നിൻ്റെ കെയർ അവർക്ക് എപ്പോഴും നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിൽ സോപ്പൊന്നും ഇടാൻ പാടില്ല. യഥാർത്ഥത്തിൽ വെറുതെ കുളിച്ചാലും മതി, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ വൃത്തിയായിട്ട് പോകുന്ന രീതി കൈവച്ച് തേച്ച് കുളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. സ്കിന്ന് കെയർ ചെയ്യാനായിട്ട് അവരടുത്ത് കൊച്ചിലേ തന്നെ പറയണം. പിന്നെ ഇതെല്ലാം വലുതായാലും നമുക്കും ആപ്ലിക്കബിളാണ്. ഇത് ശ്രദ്ധിച്ചാലേ നമുക്ക് ആ സൗന്ദര്യം എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് പല്ല് കെയർ ചെയ്യണം. പല്ലാണ് ഭംഗിയുള്ളൊരു സാധനം. പല്ല് ഉന്തി നിൽക്കുന്ന പല്ലൊക്കെ കൊച്ചിലേ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ്സ് എടുക്കണം. കമ്പി ഇടുകയോ അല്ലെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യണം. അതൊരു നല്ല ടിപ്പ്. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. 12 വയസ്സ് കഴിയുന്നവരെ നോക്കി നിന്നിട്ട് അത് കഴിയുമ്പോൾ കറക്റ്റ് മെത്തേഡ് വയ്ക്കണം. അതേസമയം കുറച്ച് കഴിഞ്ഞ് പല്ലൊക്കെ നന്നായിട്ട് മോണയൊക്കെ നന്നായിട്ട് ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റില്ല. ഭംഗി കുറയുന്നതിൻ്റെ ഒരു റീസൺ പല്ലിൻ്റെ ഒരു ഭംഗി. അതിൽ പല്ല് വൃത്തിയാക്കാനും പഠിപ്പിക്കണം. അതായത് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാൻ പഠിക്കണം. പല്ലിൻ്റെ അടിയിൽ പ്ലാക്ക് വന്നിരിക്കാതെ പ്ലാക്ക് പതുക്കെ ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കളയണം എന്ന് പറയണം. അല്ല ഫുഡ് കഴിച്ചാലും ആ നന്നായിട്ട് കഴുകി ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ കൂടുതൽ പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ പാടില്ല. എന്നാൽ പല്ല് തേഞ്ഞ് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പാരമ്പര്യമായിട്ടൊക്കെ പല്ല് കേടുള്ളവർ പല്ലിനെ വളരെ വളരെ കെയർഫുള്ളായി ശ്രദ്ധിച്ചാലേ ഇരിക്കുള്ളൂ. മോണയുടെ വൃത്തിയും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ ഹെയർ ശ്രദ്ധിക്കുക, സ്കിന്ന് ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് പല്ല് ശ്രദ്ധിക്കുക. പിന്നെ ചെവിക്കായമൊക്കെ ഉണ്ടെങ്കിൽ ചെവിക്കകമൊക്കെ ശ്രദ്ധിക്കണം. ചെവി നല്ല ക്ലീൻ ചെയ്യണം, ക്ലീൻ ഒക്കെ ആക്കി വെക്കണം. എന്നാലേ ചെവിയുടെ ആ ഒരു ഇതൊക്കെ നല്ലതായിട്ടിരിക്കുള്ളൂ. അപ്പം സ്കിന്നും ഇതാണ് നമുക്ക് പ്രധാനമായിട്ട്. ഹെയർ ആദ്യം ശ്രദ്ധിക്കുക, പിന്നെ ഇതുപോലെ പല്ല് ശ്രദ്ധിക്കുക, സ്കിന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മുഖം വെയിലടിക്കാതെയും അത് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ ഇതെല്ലാം പിന്നെ വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ കൺട്രോൾ. അതായത് വണ്ണം വയ്ക്കുന്ന ഒരു പ്രകൃതമൊക്കെ ആണെങ്കിൽ
ഫുഡിൻ്റെ കൺട്രോൾ, കലോറി നോക്കി, അവരുടെ വെയിറ്റ് നോക്കി, കലോറി നോക്കി ഫുഡ് കഴിക്കാൻ പറ്റണം. കാരണം ഫുഡ് കൂടുതൽ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് അത് കൂടുതൽ തിന്നാൻ തോന്നും. അപ്പോഴത്തേക്കും നമുക്ക് ഓവർ വെയിറ്റ് ആകും, ബോഡി മുഴുവൻ ഒരുമാതിരി ഷേപ്പില്ലാതാവും. അപ്പം നല്ല ഷേപ്പിന് ബോഡി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് ആവശ്യത്തിനുള്ള കലോറി തന്നെ നോക്കി, കലോറി വാല്യൂ എല്ലാം അതിനകത്ത് നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടും, അതനുസരിച്ചുള്ള ഫുഡ് കഴിക്കാവും. അത് ഇത്തിരി കൂടുതൽ കഴിച്ചാൽ അതിന് കോമ്പൻസേറ്റ് പിന്നെ അത് കുറച്ച് കഴിക്കണം. ആ പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ കഴിക്കാൻ വേണം. വണ്ണത്തിനനുസരിച്ചാണ് കറക്റ്റായിട്ട് ചെയ്യാവുള്ളത്. പിന്നെ അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഉള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കണം. എല്ലാ പിള്ളേർ ആ ഏജ് വെച്ച് ഇങ്ങനെ നോർമലായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം വലിയവർക്കും ആപ്ലിക്കബിളാണ് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം ഹെയർ ശ്രദ്ധിക്കുക, സ്കിന്ന് ശ്രദ്ധിക്കുക, പല്ല് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഫുഡ് അതുപോലെ തന്നെ പ്രശ്നം, നമ്മളൊരു 30-35 വയസ്സ് വരെ കൂടുതൽ ഫുഡ് തിന്നുകൊണ്ട് വരും. അത് കഴിഞ്ഞാൽ അപ്പോൾ വയറങ്ങ് ഡയലേറ്റ് ചെയ്യും. വയർ മീൻസ് സ്റ്റൊമക്കാണ്. ഡയലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതേ അളവ് തിന്നാൻ തോന്നും. അപ്പോൾ അങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർ വണ്ണം വരും. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കണം. അപ്പം കുടവയറൊക്കെ വെക്കുന്നതിന് മുമ്പേ തന്നെ വയറ് കൺട്രോൾ ചെയ്ത് വെക്കാതിരുന്നാൽ വളരെ ഈസി ആയിട്ട് അതങ്ങനെ തന്നെ നിന്നോളും. അപ്പം അതാണ് അടുത്തത്. ഫുഡ് കറക്റ്റായിട്ട്, അതായത് നമുക്ക് വേണ്ട കറക്റ്റ് വൈറ്റമിൻ സി, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടുന്നത്, എനർജി കലോറി കിട്ടുന്നത് നോക്കി തന്നെ കഴിക്കണം. എന്നാലേ നല്ലതുപോലെ സ്കിന്നും ബോഡിയും എല്ലാം ഇരിക്കുള്ളൂ. പിള്ളേർക്കാണ് ഏറ്റവും നല്ല, വലുതായാലും ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത ടിപ്പ്. ഫുഡാണ് അടുത്തൊരു കാര്യം. പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അറിവും സൗന്ദര്യമാണ്. നമ്മളെപ്പോഴും പിള്ളേരെ പഠിപ്പിക്കണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യങ്ങളെപ്പറ്റി, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത് അറിവ് നമുക്ക് ഭയങ്കര ഒരു സൗന്ദര്യമാണ്. അറിഞ്ഞുകൊണ്ടേ ഇരിക്കും തോറും നമ്മുടെ ആ സൗന്ദര്യം കൂടി വരും. അപ്പോൾ അറിവാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന നിർബന്ധിക്കാതെ ഇൻഡയറക്റ്റായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൂടുതൽ അവരുടെ അതിനകത്തോട്ട് താല്പര്യപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസും അതിലോട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു സൗന്ദര്യത്തിൻ്റെ ലുക്ക് കൂടി വരും. അതാണ് അടുത്ത ടിപ്പ്. പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. എപ്പോഴും നല്ല ചിരിച്ച് നല്ല പ്രസന്നവദനായിട്ടിരിക്കാൻ പഠിപ്പിക്കണം. പിള്ളേരാണെങ്കിലും അങ്ങനെ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചിരിച്ച് നല്ല കമ്പനിയായിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഭംഗിയാണ്. എപ്പോഴും ചിരി അല്ലെങ്കിൽ നല്ല സന്തോഷപരമായിട്ട് ഇരിക്കുക എന്നുള്ള മോഹഭാവത്തോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി സന്തോഷം അധികം ഇന്നില്ലെങ്കിലും സൗന്ദര്യം ഇപ്പം ഇതുപോലെ അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫാക്ടറാണ് ഭയങ്കര സൗന്ദര്യത്തിൻ്റെ ഭയങ്കര ഫാക്ടറാണ്. എപ്പോഴും അങ്ങനെയാണ്. അതുപോലെ അത് ഒരു നിർബന്ധമാണ്. അപ്പം ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക എന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. വലിയവർക്കും അത് ആപ്ലിക്കബിളാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ അതാണ് അത് പ്രധാനമായിട്ടൊരു കാര്യമാണ്. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പോസ്റ്ററുകൾ കാണാനായിട്ട് ഭംഗിയുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ഇരിക്കുന്നതാണെങ്കിലും നിൽക്കുന്നതാണെങ്കിലും എല്ലാ പോസ്റ്ററുകളും നമ്മൾ ശരിക്കും പ്ലാൻഡ് പോസ്റ്ററുകളെ നിൽക്കാവും. അപ്പോൾ അത് ശീലിച്ച് ചെയ്യാൻ അങ്ങനെ തന്നെ നിൽക്കും. അത് കാണാനൊരു നല്ല ഭംഗിയാണ് എപ്പോഴും നിൽക്കുമ്പോഴും. പിന്നെ നടക്കുമ്പോഴും അങ്ങനെയാണ്, നടക്കുന്നതും അങ്ങനെയാണ്. നമ്മുടെ നടക്കുന്നത് പോസ്റ്റേഴ്സ്, നിൽക്കുന്ന പോസ്റ്റേഴ്സ്, ഇരിക്കുന്ന പോസ്റ്റേഴ്സൊക്കെ നമ്മൾ പ്ലാൻഡായിട്ട് നന്നായിട്ട് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതെപ്പോഴും അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് അടുത്ത ഫാക്ടർ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ സംസാര രീതിയാണ്. അതും ഇതുപോലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അത് വലിയവർക്കും നല്ലതാണ്. നമ്മൾ സംസാര രീതി നല്ല സ്റ്റൈലിൽ സംസാരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സ്റ്റൈലിൽ സംസാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൗന്ദര്യം നമുക്കതിന് നല്ല അട്രാക്റ്റീവാണ്, ആർക്കും അട്രാക്റ്റീവാണ്. അതാണ് ഈ നമുക്ക് സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട്, നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതും ഇതുപോലെ ബെസ്റ്റ് നമ്മുടെ ആ ഒരു സൗന്ദര്യം എപ്പോഴും കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹെയർ ആണെങ്കിലൊക്കെ അതിൻ്റെ സ്റ്റൈലിൽ വെട്ടി ഒതുക്കി നൈസായിട്ട് വെച്ചൊക്കെ പഠിപ്പിക്കുക. മീശയാണെങ്കിലും പിരിയാണെങ്കിൽ അതെല്ലാം ഈ കോസ്മെറ്റിക്സ് എല്ലാം അപ്ലൈ ചെയ്യുന്ന കാര്യമല്ല, അല്ലാത്ത രീതിയിൽ നല്ല സ്റ്റൈലിൽ നമുക്ക് ഹെയറൊക്കെ വയ്ക്കാൻ പറ്റും. ഹെയർ ആണെങ്കിലും എല്ലാം വയ്ക്കാൻ പറ്റും അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു സാധനമാണ് നമ്മുടെ ഡ്രസ്സിങ്ങും നല്ലതാണ്. അപ്പോൾ എപ്പോഴും നല്ല സ്റ്റൈലുള്ള ഡ്രസ്സിങ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതാത് കാലഘട്ടത്തിലുള്ള സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ അവരത് വെയർ ചെയ്യാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു കെയർലെസ് ആയിട്ട് വിടാതെ, വലിയവരാണെങ്കിലും അങ്ങനെയാണ്. നിങ്ങൾ എന്നും പണ്ടേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉപയോഗിക്കാതെ
ആ സ്റ്റൈല് കാലഘട്ടത്തിലുള്ള കാലം മാറുമ്പോൾ ഓരോ വർഷങ്ങൾ മുമ്പ് സ്റ്റൈൽ മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഷൂസ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും വാച്ച് കെട്ടുന്നെങ്കിൽ വാച്ചാണെങ്കിലും എല്ലാം ആ കാലഘട്ടത്തിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളത് മതി. കാലഘട്ടത്തിൻ്റെ സ്റ്റൈലുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്ങുകളും നല്ലതാണ്. എപ്പോഴും ഈ സാധനങ്ങളെല്ലാം അതും നമ്മുടെ ലുക്കിന് നല്ല സഹായിക്കും. അതേപോലെ ഈ കളേഴ്സ്, നമ്മൾ കളർ കോമ്പിനേഷനൊക്കെ വളരെ പ്ലെയിൻ കളേഴ്സ് ആണ് എപ്പോഴും നല്ലത്, എപ്പോഴും ലാസ്റ്റിംഗ് ആണ്. അത് ആ കണക്കിന് നമുക്കതുപോലെ നമുക്ക് യോജിക്കുന്ന കളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് ഡ്രസ്സാക്കി നടന്നാലും സൗന്ദര്യം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും, കാണാനും നല്ല സ്റ്റൈലായിരിക്കും. അതുപോലെ വയസ്സ് കൂടുന്തോറും സ്കിൻ ചുളുങ്ങുന്നെങ്കിൽ നമ്മൾ ഈ പുറത്ത് എന്തെങ്കിലും എലാസ്റ്റിസിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം നമുക്കതുപോലെ ഇതിനൊരു മോയ്സ്ചറൈസർ എന്നൊരു സാധനമുണ്ട്. അത് ഈ വൈറ്റമിൻ സിയും സെറമായിട്ട് ഉണ്ടാക്കുന്നത്. അതിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ പറയുന്നില്ല. അതിങ്ങനെ തേച്ച് ചെയ്ത് സ്കിൻ ചുളുങ്ങും തോറും ഒരു ഭംഗി കുറയാൻ, ചുരുങ്ങി തൂങ്ങുമ്പോഴും ഒക്കെ വരും. ഏജ് കൂടുമ്പം വരും, പക്ഷെ എന്നാലും മാക്സിമം അത് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അടുത്ത സംരക്ഷണം. പിന്നെ നമ്മുടെ അടുത്തൊരു പ്രധാനമായിട്ട് ലുക്കാണ്. നമ്മുടെ ഒരു ലുക്കുണ്ട്. ആ ലുക്ക് എപ്പോഴും നമ്മളത് അത് പറഞ്ഞ് പിള്ളേർക്കാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മൾ ആ ലുക്കാണ് അതിൻ്റെ ഒരു ഭംഗി. എപ്പോഴും നമുക്കൊരു ആ ഗാംഭീര്യമുള്ള ലുക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ലുക്കുണ്ട്. ആ ലുക്ക് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്കുണ്ട്. ആ ലുക്ക് ഭയങ്കര അതനുസരിച്ചാണ് നമ്മുടെ ഭംഗി വരുന്നത്. അപ്പോൾ അതാണ് ആ ലുക്കാണ് അടുത്ത. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അറിവ് തോറും നമ്മുടെ ആ ഉള്ളിലുള്ള സൗന്ദര്യം നല്ലതുപോലെ കൂടി വരും. അപ്പോൾ അത് പിള്ളേർക്ക് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മളെല്ലാം അറിയാമെന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. എൻ്റെ കൂടെ കാര്യങ്ങൾ ചേർത്താണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഉപദേശം പോലെ ഒന്നുമല്ല, എന്നെ കൂടെ കാര്യങ്ങൾ ചേർത്താണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ അപ്പോൾ അതുപോലെ സ്കിന്ന് ഭയങ്കര ഓവർ ഡ്രൈ ആയി പോകാതെയും ഓയിലി ആയി പോകാതെയും ശ്രദ്ധിക്കണം. അതിന് ഈ സോപ്പൊന്നും ഉപയോഗിക്കാതെ ചുമ്മാ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്കിന്നാണ് നമ്മുടെ ബോഡിയുടെ ഒരു ടോട്ടൽ ഭംഗി ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്കിൻ ഡിസീസുകളാണെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യണം. ടക്കെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് നോക്കുകയും വേണം. അതുപോലെ എല്ലാ ഡിസീസുകളും ഒരുപാട് കുളമായി പോകുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ട് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്യൂട്ടി നിലനിർത്താനുള്ള ടിപ്പുകൾ. ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേ കാലമൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തത് ഒന്നുകൂടെ പറയാം, കുട്ടികളെ ഹെയർ ശ്രദ്ധിക്കുക. നമ്മളാണെങ്കിൽ ഹെയർ ശ്രദ്ധിക്കുക. ഹെയറിൽ ഡാൻഡ്രഫ് ഇല്ല, അല്ലെങ്കിൽ ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ട് മാക്സിമം നോക്കുക. അതിനുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക. ഹെയർ നല്ല ഭംഗിയായിട്ട് ചീകി വയ്ക്കുക. ചീപ്പ് ഡെയിലി കഴുകുക. ആരോഗ്യമുള്ള നല്ല ഹെയർ നല്ല ഭംഗിയാണ്. പിന്നെ സ്കിൻ ഇതുപോലെ ഡ്രൈ ആവാതെ ഓയിലി ആവാതെ നോക്കുക. സ്കിൻ ഡിസീസുകൾ കൃത്യമായിട്ടിടുക. സണ്ണിൻ്റെ ടാൻ അടിച്ചിട്ട് കൂടുതലും നമുക്ക് കറുപ്പ് സ്കിന്നിൻ്റെ ബ്ലാക്കാക്കി ഒരുമാതിരി വൃത്തികേടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സൺ ടാൻ അധികം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല്ല് ഇതുപോലെ നല്ല ക്ലീനാക്കി വയ്ക്കാൻ. രാവിലെ രാത്രി ബ്രഷ് ചെയ്യുക. പല്ലിൻ്റെ എന്തെങ്കിലും തള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല്ലിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉറയ്ക്കുന്നതിന് മുമ്പ് അത് ക്ലീനാക്കുക, കറക്റ്റാക്കി റെഡിയാക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ ഈ ഫുഡാണ്. ഫുഡ് നമ്മുടെ കലോറി വാല്യൂ നമുക്ക് എത്രയാണ് വേണ്ടത് ഏജ് അനുസരിച്ച് നോക്കി കൃത്യമായിട്ട് കഴിക്കണം. വണ്ണം കൂടുന്നെങ്കിൽ ഡെയിലി വെയിറ്റ് നോക്കി, രാവിലെയും രാത്രി വെയിറ്റ് നോക്കി അതനുസരിച്ച് ഫുഡ് കഴിക്കാവും. അപ്പോൾ നമ്മുടെ എക്സസൈസുകൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് കേടാക്കി പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ഒരു ലുക്കാണ്, നമ്മുടെ ഒരു ചിരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എപ്പോഴും നമ്മുടെ മുഖത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഭയങ്കര സൗന്ദര്യം വരുന്നത്. പിന്നെ അറിവ് നേടുന്നത് ഭയങ്കര സൗന്ദര്യമാണ്. അത് നിർബന്ധമായിട്ടും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിലാണ് ശരിക്കും കാര്യങ്ങളിരിക്കുന്നത്. പിന്നെ നല്ല ഡ്രസ്സുകൾ, നല്ല യോജിക്കുന്ന ഡ്രസ്സുകൾ, നല്ല ഭംഗിയായിട്ട് അത് കൊച്ചിനെ തന്നെ ട്രെയിൻ ചെയ്ത് വലിയവർക്കാണെങ്കിലും ഒരേപോലെ പണ്ടത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടുകൊണ്ട് നടക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നല്ല ഡ്രസ്സുകളിലോട്ട് മാറുക എന്നുള്ളതാണ്. അതുപോലെ വാച്ചാണെങ്കിലും ഷൂസാണെങ്കിലും എല്ലാം ആണെങ്കിലും നിങ്ങൾ ഒരേ സ്റ്റൈലിൽ നിൽക്കാതെ അന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് നമുക്ക് യോജിക്കുന്നത് നല്ല ഭംഗിയുള്ളത് നോക്കി അത് ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ആ ഒരു നല്ലൊരു സൗന്ദര്യം എപ്പോഴും നമുക്ക്
ഒരേപോലെ നിലനിർത്താൻ പറ്റും. അതാണ് എൻ്റെ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അന്നന്ന് അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്കത് മാക്സിമം ഭംഗിയായി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 10 ടിപ്പ് നല്ലതുപോലെ ഫോളോ ചെയ്യണം. അല്ലേ, പിള്ളേർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നമുക്കെപ്പോഴും ഒരു ഭംഗി നമുക്കെപ്പോഴും നിലനിർത്തണം. ഒരാളുടെ ഭംഗി നോക്കുന്തോറും എല്ലാവരും ഭംഗി നോക്കുമ്പോൾ ഒരു സമൂഹം തന്നെ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുള്ളവരാകും. നമ്മൾ വെളി രാജ്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഇങ്ങനെ കെയർലെസ് ആയിട്ട് തേരാപ്പാര നടക്കാതെ ഇതുപോലെ കാര്യങ്ങളെല്ലാം എല്ലാവരും എല്ലാവരും ഈ പറഞ്ഞ രീതിയിലുള്ള ഭംഗികൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമൂഹം തന്നെ നല്ലതാവും. അതാണ് എൻ്റെ എല്ലാം. ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു എന്ന് നമുക്കൊരു ഭംഗി എവർ ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ ഈ ഒരു മൊത്തത്തിൽ ഒരു സമൂഹത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.